അപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് തന്നെയാണ്? പ്രണയം 2000 ഈ ലാപ്ടോപ്പ് എടുത്ത അന്ന് മുതൽ ഞങ്ങൾ പ്രണയം, വാട്സാപ്പ് ചാറ്റും കോൺടാക്റ്റും. ഞാൻ ബാംഗ്ലൂർ, അവർ താമസിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. ഹസ്ബൻഡിനെ അറിയാമെങ്കിൽ തന്നെ അയാളുടെ ഫാമിലിയെ ഓർത്തിട്ടാണെങ്കിലും ആരെയൊക്കെ നിഷേധിച്ചേ പറ്റുള്ളൂ. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് വണ്ടി വിട്ട് തന്നപ്പോഴും ഇതേപോലെ അവൾ സംസാരിച്ചു, ഒന്നും വിചാരിക്കരുത്, അതായത് കല്യാണം നടക്കുന്നത് വരെ ഈ കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ യാത്ര ചെയ്യുന്നതും പല ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. പൈസ ഇല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മളെ ആവശ്യമുണ്ട്. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ കാര്യങ്ങൾ പോകുന്നുള്ളൊരു ഇപ്പോഴത്തെ മാരേജിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അത് നല്ല രീതിയിൽ നടക്കട്ടെ. പക്ഷെ അത് എനിക്ക് വർക്കൗട്ട് ആവില്ലെന്ന് തോന്നിയപ്പോഴാണ്. ഇപ്പോൾ സ്റ്റേഷനിൽ വന്നപ്പോഴാണേലും അവൾ എന്നോട് രഞ്ജിത്തേട്ട ഇത് വലിയ വിഷയം, 20 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു അറിയില്ല, ആര് തന്നെ വളരെ സർപ്രൈസ് ആയിട്ടാണ് അതിനോട് പ്രതി ആഡംബരം കാണിക്കാനൊക്കെ അവർക്ക് പൈസക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ കുറെ ചെലവുകൾ ആര്യയുടെ നോക്കിയിട്ടുണ്ടല്ലോ. ഒരു മാസം എത്രത്തോളം ചെലവ് ചെയ്തിട്ടുണ്ട് ആര്യയ്ക്ക് വേണ്ടിയിട്ട്? ആര്യ കല്യാണം കഴിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ഹസ്ബൻഡിന് നിങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാത്ത രീതിയിലേ പറയാൻ പറ്റൂ. അല്ലാതെ എന്ത് പറയും? ഇവർക്ക് വരുമാനം കുറവായതുകൊണ്ട് ഇവരുടെ ലൈഫ് സ്റ്റൈല് ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന സമയത്തുള്ളത് ഇന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പയ്യെ മാറി. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രണയത്തിൻ്റെ പേരിൽ, എന്തിൻ്റെ പേരിലാണെങ്കിലും 20 ലക്ഷം രൂപ കണ്ണടച്ച് നിക്ഷേപിക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, അപ്പോൾ നമ്മൾ പൊട്ടനാണോ എന്നല്ലേ? അന്ന് വിവാഹം ഉറപ്പിക്കാൻ വീട്ടുകാരും എല്ലാവരും വന്നു. അന്ന് നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണോ പിരിഞ്ഞത്? പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വീട് പണി കുറെ കൂടെ സ്പീഡാക്കിയിട്ട് പെട്ടെന്ന് തീർത്തത്. വീട് പണി എന്ന് പറഞ്ഞാൽ ആര്യയുടെ വീട് പണിക്കുള്ള പൈസ അപ്പോൾ അവരെങ്ങനെയാണ് കണ്ടെത്തിയത്? കാരണം തീരെ സാമ്പത്തികം ഇല്ലാത്തൊരു ആര്യയുടെ വീട് പണിക്കുള്ള പൈസ എന്ന് വെച്ചാൽ ഇവർക്ക് ഓൾറെഡി ആര്യ ബാംഗ്ലൂരത്തെ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആര്യയുടെ വീടെന്ന് പറഞ്ഞാൽ തീരെ ഒരു ഷെഡ് പോലത്തെ സാധാരണ ഒരു വീടായിരുന്നു. 3 സെന്റ് സ്ഥലമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് ആ വീട് അവർ ഓൾറെഡി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഓൾറെഡി 40,000 രൂപ ഇവരുടെ അച്ഛൻ ഇവരുടെ അമ്മ ഗൾഫിലായിരുന്ന സമയത്ത് തന്നെ അനുവദിച്ച് കിട്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ വീട് പണി തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ക്യാൻസലായി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആരെയും അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു അത് ക്യാൻസലായി പോകും രഞ്ജിത്തേട്ടാ, നമുക്ക് വീട് വെച്ചാൽ തന്നെ നമുക്ക് ഉള്ളതല്ലേ, കാര്യങ്ങളല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഞാൻ ഈ 3 സെൻറ്റിൽ ഇത് വെച്ചിട്ട് പ്ലാനൊക്കെ വരച്ച് DCB ബാങ്ക് എറണാകുളത്ത് നിന്ന് ഒരു 8 ലക്ഷം രൂപ ലോൺ പാസ്സാക്കി. അത് കൂടാതെയുള്ള പൈസ 8 ലക്ഷം രൂപയിൽ ഏകദേശം ഒരു 60,000 രൂപയോളം കട്ടായിട്ട് ബാക്കി പൈസയാണ് കിട്ടുക. അത് പല പല ഘട്ടങ്ങളായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീട് പണി ചെയ്യാനായിട്ടുള്ള ബാക്കി പൈസ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ഫ്ലോർ മുഴുവൻ പണി തീർത്തിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള പൈസ പല ഘട്ടങ്ങളായിട്ട് അവർക്ക് പൈസ കിട്ടി. പക്ഷെ ആ പൈസ അവർ വീട് പണിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയ പൈസ അവർ വീട് പണിക്ക് ഉപയോഗിച്ചില്ല. 4 ലക്ഷം പോയിട്ട് 3,60,000 ആദ്യമേ 40,000 രൂപ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോറ് വെച്ച് കാണിച്ച ശേഷം വീണ്ടും ഒരു 40,000, ഏറ്റവും അവസാനത്തെ പൈസ 40,000 പിന്നെ കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ 3,20,000 രൂപയുണ്ട്. ഈ പൈസ അവർ ഈ 3,20,000 അല്ല, അതിൻ്റെ ഫുൾ പൈസയും അവർ അവരുടെ പേഴ്സണൽ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്, ഗൾഫിൽ പോകാനോ അങ്ങനെയുള്ള. ഇവരുടെ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് വരുമാനം കുറവായതുകൊണ്ട് ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഇച്ചിരി പ്രശ്നമായതുകൊണ്ട് വീട് ആണെങ്കിലും ഇപ്പം ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവർക്ക് കടബാധ്യത കൂടുതലായിരുന്നു. അപ്പോൾ അത് വീട്ടാനും കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഇവർ ഉപയോഗിച്ചത് പൈസ. ഈ 8 ലക്ഷം രൂപയിൽ ഇൻഷുറൻസും അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസും കട്ട് ചെയ്ത് കിട്ടിയ ബാക്കി പൈസയും വെച്ചിട്ടാണ് വീട് പണി കംപ്ലീറ്റ് എൻ്റെ പൈസയിലാണ് തീർന്നത്. പിന്നെ എത്ര പൈസ രഞ്ജിത്തിന്റെ? ഏകദേശം ഒരു 35 ലക്ഷം രൂപ എടുത്ത് വീട് പണിക്ക് വേണ്ടി മാത്രമായിട്ട്, അതായത് ഈ 8 ലക്ഷം കഴിച്ചിട്ടുള്ള പൈസ ഞാൻ അതിനകത്ത് അവർ തന്ന ഞാൻ സത്യത്തിൽ ഈ അവർ തന്ന പൈസ ഈ കേസിൽ ചോദിച്ചേക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അവരെനിക്ക് 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ തന്നു. പിന്നീട് ഒരു 2 ലക്ഷം സ്റ്റേഷനിൽ വെച്ച് ആര്യ തന്നു. അത് അപ്പോൾ 6 ലക്ഷം തന്നു. അതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ഞാൻ 20 ലക്ഷം രൂപ ചോദിച്ചേക്കണേ. ഈ 20 ലക്ഷവും 6ഉം 26ഉം പിന്നെ ലോൺ എടുത്ത പൈസ ഉണ്ടല്ലോ, അതും കൂടെ വെച്ചിട്ടാണ് വീട് പണി നടന്നേക്കണത്. പിന്നെ എനിക്ക് വേറൊന്നുമില്ല, ഞാൻ റൗണ്ട് ചെയ്താ പറഞ്ഞത് മൊത്തം എനിക്ക് ഇനി 20 ലക്ഷം രൂപയാണ് ആര്യ തരേണ്ടത്. അത് കുറെ പൈസ ഞാൻ ഉപേക്ഷിച്ചു, ഇതിന്റെ പേര് ഉപേക്ഷിച്ചു. പക്ഷെ അതാണ് തരേണ്ട പൈസ. അതായത് ഇതൊക്കെ ഇപ്പൊ മുടക്കിയാലും ഈ വീടൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്താണ് അങ്ങനെ കൺവിൻസ് ചെയ്ത്, അതായത് വിവാഹം കഴിക്കല്ല, അതായത് നീ ഇവിടെ നീ മുടക്കി, ഇപ്പൊ എക്സാമ്പിൾ ലോൺ എടുത്താലും നീ അടയ്ക്കണം, നീ മുടക്കിയാലും നീ അടയ്ക്കണം, എന്താണേലും നീ തന്നെ ചെയ്യണം. അപ്പൊ നീ ഇത് തീരുമാനിച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ആര്യ പ്രഷർ ചെയ്തു, അച്ഛനും അമ്മയും സംസാരിച്ചു, അങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. തിരിച്ചു തരാമെന്നുള്ള ഇതിലാണ് അവർക്ക്. ഈ DCB എന്നുള്ള ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ ലോൺ എടുത്തതുകൊണ്ട് അവരുടെ 3 സെന്റിന്റെ ആധാരവും അത് കൂടാതെ അവരുടെ സഹോദരി, അച്ഛൻ്റെ സഹോദരി ഒരു 2 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് 5 സെന്റിൽ ഒരു വലിയ പ്ലാനായി വീടിൻ്റെ. ഈ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് മേടിച്ചതിന് തീർന്നതിന് ശേഷം അത് വലിയ പ്ലാനായിട്ട് മാറി.
അത് വെച്ചിട്ട് വേറൊരു ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ ആധാരം 1 വർഷം കഴിയാണ്ട് DCB ബാങ്കിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ലോൺ എടുത്ത് തരാം, നീ തൽക്കാലം റോൾ ചെയ്യുന്ന പറഞ്ഞ് ആരെയും രഞ്ജിത്തേട്ടൻ റോൾ ചെയ്ത് എടുക്കുക, നമുക്ക് ചെയ്യാം കാര്യങ്ങൾ നമുക്ക് തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അവരുടെ വീട്ടുകാരും സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ പൈസ പൂർണ്ണമായിട്ടും തിരിച്ച്, മറ്റുള്ള ചിലവാക്കിയ പൈസ അല്ല, വീടിൻ്റെ പൈസ പൂർണ്ണമായിട്ടും ലോൺ എടുത്തിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവരത് വാക്ക് തെറ്റിച്ചെന്ന് മാത്രമല്ല, അവരത് മിസ്യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നെ എന്താ പറയുക, ഈ വീടിൻ്റെ പൈസ അത് കഴിഞ്ഞിട്ട് പല ഘട്ടങ്ങളായിട്ട് പല തവണ തരാൻ ലോൺ നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കിയിട്ട് കൊടുക്കാം. പക്ഷെ അവർ അത് കഴിഞ്ഞ് പറഞ്ഞത് ലോൺ എടുത്താൽ ഞങ്ങൾക്ക് അടയ്ക്കാൻ ഓപ്ഷൻ ഇല്ല, ഇപ്പോൾ പറ്റിച്ചു എന്ന് തന്നെ പറയാൻ പറഞ്ഞിട്ട്. അതായത് ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, എന്നെ പറ്റിച്ചത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു ഡീലിലാണ് അവരുടെ സംസാരം പിന്നീട് ഉണ്ടായത്. 20 ലക്ഷം രൂപ ഇപ്പോൾ രഞ്ജിത്തിന്റെ പോയതാണല്ലോ, രഞ്ജിത്തിന് ഇതിനുള്ളൊരു പൈസ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റും? സോഴ്സ് ഞാൻ പറഞ്ഞില്ല, ഞാനത് അന്നേരം ആ സമയത്ത് ഞാൻ ലോൺ എടുത്ത പൈസയും അല്ലാതെയുള്ള എൻ്റെ ഇൻകത്തിൽ നിന്നുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ റോൾ ചെയ്താണ്. അത് വീട്ടുകാരായിരുന്നില്ല രഞ്ജിത്തിന്റെ ഈ എമൗണ്ടോ? എമൗണ്ട് എന്ന് പറഞ്ഞാൽ വിവാഹം ഉറപ്പിച്ചു, ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട്, ഇവളുമായിട്ട് യാത്ര പോകുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നു, ഇവരുമായിട്ട് സ്ഥിരം കോണ്ടാക്ട് ഉണ്ട്, ബന്ധമുണ്ട്, അതായത് ഒരു കുടുംബം പോലെ ജീവിക്കുക എന്നുള്ള കാര്യം ഉണ്ടെങ്കിലും ഇത്രയും എമൗണ്ട് ചിലവാക്കിയത് വീട്ടിൽ പറഞ്ഞില്ല. കാര്യം ഇവരുടെ ഒരു അഭിമാനം വിഷയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണം നടക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് നടക്കില്ല എന്ന തിരിച്ചറിവ് എന്ന് വെച്ചാൽ 2021 ഞാൻ ഈ 4 ലക്ഷം രൂപ എനിക്ക് അവർ തന്ന സമയത്ത് തന്നെയാണ്. അതിനൊരു 2 ആഴ്ച മുമ്പ് തന്നെയാണ്. അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ആ ഒരു സീരിയൽ അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മാറി. അതായത് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ട ആവശ്യമില്ല, പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ ഇല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും നമ്മളെ ആവശ്യമുണ്ട്, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ കാര്യങ്ങൾ പോകുന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലായി. ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ഞങ്ങൾ വേറെ ഒന്നുമില്ല, ആ ഒരു വിഷയം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഉടക്കാനോ പിടിക്കാനോ ഒന്നും നിന്നില്ല, നമ്മളായിട്ട് ഒഴിഞ്ഞു മാറി. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ലോൺ. വിവാഹം വേണ്ട എന്നുള്ളൊരു തീരുമാനം ആര് പറഞ്ഞിട്ടില്ലേ? വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഇല്ല. അവർ എൻ്റെ ഞാൻ അകൽന്നതോ അല്ലെങ്കിൽ അവർ സ്വയം തെറ്റ് ചെയ്തത് ഞാൻ മനസ്സിലാക്കിയ കാര്യം അവർക്ക് മനസ്സിലായിട്ടെന്ന് അറിയാൻ പറ്റില്ല, ബന്ധം അകന്നു. അങ്ങനെയാണ് ഉണ്ടായത്. എന്താണ് ചോദിച്ചിട്ടില്ലേ? റീസൺ ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഞാനത് അകന്നു. എനിക്കത് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അകന്നു. കാര്യം അത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അത് ഇപ്പോൾ എക്സാമ്പിൾ അത് മാരേജ് ചെയ്താലും അതൊരു ഡൈവേഴ്സിലേ നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം. അത് പിന്നീടാണ് മനസ്സിലായി. ആൾക്കാർ ഇപ്പോൾ എക്സാമ്പിൾ പൈസ ഒരു പാവപ്പെട്ട വീട്ടിലെ ഉള്ള അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന സമയത്തുള്ളതിൽ നിന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പയ്യെ മാറി. ആ സംഭവം സത്യത്തിലൊരു ഇനിയും ഇപ്പോഴത്തെ മാരേജിൽ എങ്ങനെയാണെന്ന് അറിയില്ല, അത് നല്ലതിൽ നടക്കട്ടെ. പക്ഷെ അത് എനിക്ക് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ മാറിയത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അകന്നു, കല്യാണം നടക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് രഞ്ജിത്തിന് വന്നു. അപ്പോൾ ഈ മറ്റേ കല്യാണം കഴിച്ചപ്പോഴൊന്നും ഇതിപ്പോ 4 വർഷമായി എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞു. 4 വർഷമായിട്ടൊന്നും എൻഗേജ്ഡ് ആയിട്ടില്ല അവര്. 4 വർഷം, പക്ഷെ 2 വർഷം മുന്നേ മറ്റോ ഒരു എൻഗേജ്മെന്റിന്റെ ഫോട്ടോ ഒക്കെ. അതെ, 2 വർഷം മുന്നേ. ആ സമയത്തൊക്കെ കേസ് നടക്കുന്നുണ്ടല്ലോ, എന്റെ കേസ് സ്റ്റേഷനിലുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ സ്റ്റേഷനിൽ കേസ് നടക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ FIR വീണപ്പോഴാണ് മാധ്യമത്തിലൂടെ ഒരു വാർത്ത. FIR വീഴാത്ത ഒരു കാര്യത്തിൽ എങ്ങനെ ഒരു മാധ്യമം വാർത്ത ഇടും? എനിക്കങ്ങനെ ഇടണമെന്ന് പേഴ്സണലി ഉപദ്രവിക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. FIR ഇട്ടതുകൊണ്ട് ഒരു മാധ്യമം ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഞാനത് അതിന് പ്രതികരിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ടൊരു അവരെ അങ്ങനെയാണെങ്കിൽ എനിക്കിത് പണ്ടേ ഇത് ചെയ്യാമായിരുന്നല്ലോ, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയുള്ള ഈ 20 ലക്ഷം രൂപ രഞ്ജിത്തിന് തിരിച്ചു തരികയാണെങ്കിൽ കേസെല്ലാം അവസാനിപ്പിച്ച ആര്യയുടെ ജീവിതത്തിലേക്ക് ഒരു സ്വതന്ത്രമായ ആര്യക്ക് പോകാനുള്ളൊരു. അത് പണ്ട് മുതലേ അവർക്ക് ചെയ്യാറുന്നല്ലോ, അവർ ചെയ്യാൻ അതിന് തയ്യാറല്ല. അത് ഇപ്പോൾ ആര്യയും രഞ്ജിത്തും പ്രണയത്തിലാണെന്ന് രഞ്ജിത്ത് പറയുന്നു, ആര്യ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടവുമല്ല, അദ്ദേഹത്തെ ഞാൻ പ്രണയിച്ചിട്ടില്ല, ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഏതാണ് ഇതിൽ വാസ്തവം? വാസ്തവം എന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഒരു കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ഈ വാർത്ത ഞാനായിട്ട് പുറത്തുവിടാൻ ശ്രമിച്ചിട്ടില്ല. FIR രജിസ്റ്റർ ആയതിനു ശേഷം ഒരു മാധ്യമത്തിലൂടെ വന്നൊരു വാർത്തയാണ്, ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സ്ഥിതിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതേ പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് വ്യക്തമാണ്. കാര്യം ഭർത്താവിനെ അറിയിക്കാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിന് അറിയണമെന്നില്ല. അവരുടെ ഭാഗത്ത് ചിന്തിച്ചാൽ അവർക്ക് ഇതേ പറയാം, എന്നെ പൂർണ്ണമായിട്ടും നിഷേധിക്കുക അല്ലാതെ അവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല.
അപ്പൊ നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് തന്നെയാണ്? പ്രണയം ഈ ലാപ്ടോപ്പ് എടുത്ത അന്ന് മുതൽ ഞങ്ങൾ പ്രണയം, വാട്സപ്പ് ചാറ്റും കോണ്ടാക്റ്റും. ഞാൻ ബാംഗ്ലൂർ, അവർ താമസിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതും അവരുടെ വീട്ടിൽ സ്ഥിരം ഞാൻ പോയിക്കൊണ്ടിരുന്നതും ഞങ്ങൾ തമ്മിൽ യാത്ര ചെയ്യുന്നതും പല ഹോട്ടലിലും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ അതിന് ശ്രമം നടത്താതിരുന്നത്. ഇതൊന്നും ആര്യയുടെ കുറ്റമല്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്താ പറയുക, ആ ഒരു പെണ്ണിന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് എന്ത് മറുപടി പറയും? ഇതൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? ഇങ്ങനൊരു വാർത്ത FIR ഇട്ടതിന് ശേഷം മാധ്യമത്തിലൂടെ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടിക്ക് ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ചോദ്യം തന്നെ ആര്യയുടെ അടുത്ത് വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് എന്ത് പറയുന്നേ? രഞ്ജിത്ത്, നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല ടൈംസിൽ തന്നെയായിരുന്നു? നല്ല ടൈംസ് ആണ്. ഞാൻ പിരിഞ്ഞപ്പോഴും ഇതുവരെ ഞാൻ ആര്യമായിട്ട് ഒരു സംസാരം ഉണ്ടായിട്ടില്ലല്ലോ, റോങ് ആയിട്ട് ഇതുവരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഈ 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആരെയും ഇങ്ങനൊരു എമൗണ്ടിൽ ആകെ വളരെ ചുരുക്കം കാശേ തരാനുള്ളൂ എന്നാണെന്നൊരു റിപ്പോർട്ടിൽ കണ്ടത്. 20 ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ആര്യ തന്നെ വളരെ സർപ്രൈസ് ആയിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. അത് അവർക്ക് അറിയത്തില്ലല്ലോ. അവരോട് ഫോർ എക്സാമ്പിൾ ആ വീടിന് എത്ര രൂപ എസ്റ്റിമേറ്റ് ആയിരുന്നു, വീടിന് എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചതെന്നോ ഒരു കാര്യം അവർക്കറിയത്തില്ല. കാര്യം പൂർണ്ണമായിട്ടും ഞാനാ ചെയ്തത്. ഈ സമയത്ത് ഈ കാലയളവിൽ വീട് പണി നടക്കുന്ന ആര്യയുടെ ഹൗസ് വാമിങ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ സമയത്തുള്ള ആര്യയുടെയും ആര്യയുടെ അച്ഛൻ്റെയും ആര്യയുടെ അമ്മയുടെയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പുറത്തുവിടാൻ പറ. അതിനകത്ത് ട്രാൻസാക്ഷൻ കാണിക്കട്ടെ. ആര്യയ്ക്കും ആര്യയുടെ അച്ഛനും വരുമാനം വന്ന് എവിടെ നിന്നാന്ന് അവർ പുറത്തു വിടട്ടെ. അതിൽ മനസ്സിലാവും ഞാൻ കൊടുത്ത പൈസയും ഞാൻ ചെയ്ത കാര്യങ്ങളും അല്ലാതെ അവിടെ ഒന്നുമില്ല. ആര്യയുടെ വിവാഹമാണെങ്കിൽ പോലും അത്യാവശ്യം ആഡംബരമായിട്ടൊക്കെ തന്നെയാണല്ലോ നടത്തിയത്. അപ്പൊ അതിനുള്ള കാശൊക്കെ ആര്യയുടെ കയ്യിൽ അതൊക്കെ ഉണ്ടാവും. ആഡംബരം കാണിക്കാനൊക്കെ അവർക്ക് പൈസക്ക് പ്രശ്നമൊന്നുമില്ല. പൈസ കൊടുക്കാനുള്ളത് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തെന്ന് ഞാൻ പറയണം. ഈ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ കുറെ ചെലവുകൾ ആര്യയുടെ നോക്കിയിട്ടുണ്ടല്ലോ. ഒരു മാസം എത്രത്തോളം ചെലവ് ചെയ്തിട്ടുണ്ട് ആര്യക്ക് വേണ്ടിയിട്ട്? ഏകദേശം ഒരു 40,000 രൂപ കുറയാതെ വരും ഒരു മാസം. അതായത് 10,000 രൂപ റൂമിന് മാത്രം വാടകയുണ്ട്. 10,000 രൂപ കുറയാതെ ഫുഡിനാവും. പിന്നെ ബാക്കി എക്സ്പെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അലവൻസ് എല്ലാം കൂടെ ആവറേജ് ഒരു 40,000 രൂപ കുറയാതെ വരും. ഈ കോവിഡ് സമയത്തല്ല ആര്യ ഇപ്പോൾ ഒരു ടിക്ടോക്കിലായാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സജീവമാവുന്നതും കൊളാബ് കിട്ടുന്നതും അങ്ങനെ കുറച്ചൊക്കെ വരുമാനം ആയിരിക്കും ആ സമയത്ത് വന്നു തുടങ്ങിയിരുന്നില്ലേ? ടിക്ടോക്കിലൂടെ ഒന്നും വരുമാനമൊന്നുമില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അത് എനിക്കറിയത്തില്ല. അതിന്റെ വിശദാംശം അതിനെ കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കാറില്ല? ഞാൻ അതിന്റെ ഇൻകവും കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. അവർക്ക് പൈസയില്ല അതിനകത്ത്. എന്താ പറയുക, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും ആ ഇൻകത്തിൽ നിന്നാണ് അവർ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവരെ തെളിവ് പുറത്തു വിടട്ടെന്നേ. അതല്ലാതെ നമുക്ക് ഒന്നും അതിനകത്തെ കുറിച്ച് പറയാനില്ല. അവർക്ക് അതിനകത്ത് ഒരു റോളും അതായത് അവർ ഹൗസ് വാമിങ് നടത്തുന്ന ആ വീടിൻ്റെ വരെ അവർക്ക് ഹൗസ് വാമിങ് നടത്തിയത് അവരാണ്. സത്യമാണ്, ഹൗസ് വാമിങ് നടത്തിയത് അവരാണ്. പക്ഷേ അതായത് വീട് പണി വരെ ഉള്ള ആരുടെ പഠിത്തം വിദ്യാഭ്യാസമാണേലും വീടിൻ്റെ പണിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ വീട്ടിലുള്ള സർവ്വ സാധനങ്ങൾ ഉൾപ്പെടെ എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ച്, അതായത് കല്യാണം നടത്താൻ പോകുന്നൊരു ചെറുക്കൻ എന്നുള്ള നിലയിൽ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ആര്യയുടെ വീട് പണിയുടെ സമയത്ത് തന്നെ രഞ്ജിത്തിന്റെ വീട് പണി നടക്കുന്നു. അപ്പോൾ ആര്യയുടെ എന്തോ ആധാരം പണയം വെച്ച് എന്തൊക്കെയോ പൈസ എടുത്ത് രഞ്ജിത്ത് മറിക്കുന്നു, അങ്ങനെയുള്ള ആരോപണങ്ങളും കേട്ടില്ല. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ആധാരം എൻ്റെ കയ്യിലില്ല. പിന്നെ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആധാരം അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അതിൻ്റെ കാര്യം 2 ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷനിൽ വച്ച് ഒപ്പിട്ട് ഞാൻ വാങ്ങി ചെക്കും തന്ന സമയത്ത് അന്നത്തെ ഡേറ്റിൽ തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഒരു 40 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഒരു എഗ്രിമെൻറ്റ് അതിനകത്ത് ഒപ്പും മിസ്മാച്ചാണ്. നിങ്ങൾ ഒപ്പൊന്ന് കാണിച്ച് സ്ക്രീനിൽ കാണിക്കണം. ഒപ്പും വ്യത്യാസമുണ്ട്. ആ ഒപ്പിട്ടൊരു പേപ്പർ, അതായത് എന്നെക്കൊണ്ടൊരു എഗ്രിമെൻറ്റ് കൊടുക്കാമെന്ന്, ഈ ആധാരം പോലുള്ള ഇത്രയും വിലപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് കാണിക്കുന്ന ഒരു എഗ്രിമെൻറ്റ് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എന്തുകൊണ്ട് എഴുതിച്ചില്ല? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഞാനൊരു എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ എൻ്റെ ആധാർ കാര്യം അല്ലെങ്കിൽ രേഖ പരിശോധിച്ചല്ലേ എഗ്രിമെൻ്റ് എഴുതേണ്ടത്. ഇനി അവരാണ് എഴുതിയെന്നിരിക്കട്ടെ, അവരെൻ്റെ രേഖ പരിശോധിച്ചല്ലേ എഗ്രിമെൻ്റ് എഴുതുന്നത്, അത് ചെയ്തിട്ടില്ല. പിന്നെ ഈ ആധാരം അത് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ ആ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി 3 ലക്ഷം രൂപയുടെ ആധാരം ഒരിക്കലും എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കേസ് അതോടുകൂടി തീർന്നു പോകുന്ന അവരുടെ ഒരു കുബുദ്ധിയിൽ തോന്നിയൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ ഈ 2 സെൻറ്റിൻ്റെ അവരുടെ വീടിരിക്കുന്ന ഒറിജിനൽ ആധാരം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഈ നിമിഷം വരെ ഈ ആധാരം തിരിച്ചു കിട്ടാൻ വേണ്ടി എൻ്റെ പേരിലൊരു കംപ്ലയിൻ്റ് അവർ കൊടുത്തിട്ടില്ല. ഒരു സ്റ്റേഷൻ കംപ്ലയിൻറ്റ് പോട്ടെ, ഒരു വക്കീൽ നോട്ടീസ് പോലും എനിക്ക് അയച്ചിട്ടില്ല.
ആധാരം തിരിച്ചു കിട്ടാൻ വേണ്ടി എനിക്ക് ഒന്നും ഇതുവരെ അവരൊരു പരാതി ഒന്നും വിട്ടിട്ടില്ല. അതിപ്പം ആധാരം എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു അവരുടെ ഒരു ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ആര്യ എനിക്കെതിരെ എൻ്റെ സിഗ്നേച്ചർ ഇട്ടിട്ട് ഏകദേശം മാച്ച് ആവുന്ന രീതിയിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് വ്യാജമായിട്ടുണ്ടാക്കിയ ആ ഡോക്യുമെൻ്റ് ആര്യ ചെയ്തതിനെതിരെ ആര്യക്കെതിരെ ഒരു കേസ് ഇന്ന് സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിനോട് പറയാനുള്ള മറുപടി. ഇപ്പോൾ ഈ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷമാണോ ആര്യ സീരിയലിലൊക്കെ അഭിനയിക്കുന്നത്? സീരിയൽ അതിന് ശേഷമാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമാനം, ആര്യക്ക് എന്ത് വരുമാനമുണ്ടെന്ന് ഒന്നും രഞ്ജിത്ത് ഇല്ല. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. ഞാൻ അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതിനകത്ത് ആര്യയുടെ വരുമാനം എത്രയായിരുന്നു ഞാൻ അവരുമായിട്ട് ഇദ്ദേഹം പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരെ അവരുമായിട്ട് മുഖത്ത് നോക്കിയോ അല്ലെങ്കിൽ ഫോണിലൂടെ ഒരടക്ക രീതിയിലൊരു സംസാരിച്ചിട്ടില്ല. അവരുടെ ജീവിതം രീതി എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി. ഞാനത് മനസ്സിലാക്കിയതുകൊണ്ട് അവരും ഞങ്ങൾ തമ്മിലൊരു ഇതായി. പിന്നെ ആര്യ കല്യാണം കഴിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ഹസ്ബൻഡിന് ഇതൊന്നും അറിയാത്തതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും ഹസ്ബൻഡിനെ അറിയാമെങ്കിൽ തന്നെ അയാളുടെ ഫാമിലിയെ ഓർത്തിട്ടാണെങ്കിലും ആര്യക്ക് നിഷേധിച്ചേ പറ്റുള്ളൂ. നിഷേധിക്കാതെ ഓപ്ഷൻ ഇല്ല. ഇപ്പം ഞാനാണെങ്കിലും അതേ ചെയ്യുള്ളൂ. ആര്യയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് ഞാൻ വേണേൽ പറയാം. കാര്യം വെച്ചാൽ പറഞ്ഞല്ല, നിഷേധിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയാണ്, കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കില്ലേ? ബാധിക്കും. അതുകൊണ്ട് അവരത് നിഷേധിക്കാനല്ലേ അവർക്ക് പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ എവിഡൻസ് ഉള്ളതുകൊണ്ട്, പൂർണ്ണമായ എവിഡൻസ് ഉള്ളത് കൊണ്ട് എനിക്കത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. എനിക്കെതിരെ അലിഗേഷൻ ഉന്നയിച്ച ആളെന്ന് എനിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ആര്യ കേസ് കൊടുക്കണം. ഇന്ന് തന്നെ കൊടുക്കണം കേസ്. ഓൺലൈൻ പെറ്റീഷൻ ഫയൽ ചെയ്യാമല്ലോ. അത് തിരുവനന്തപുരത്താണെങ്കിലും ഷൂട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഓൺലൈൻ പെറ്റീഷൻ ഫയൽ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് അയക്കാമല്ലോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം സ്പീഡായിട്ട്. അതിന് താമസിപ്പിക്കണ്ട. അതിന് ആര്യോട് സംസാരിക്കണ്ട. പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ച് അച്ഛനോട് ചോദിച്ചുകൂടായിരുന്നു. എൻ്റെ ക്യാഷ് ഇത്രയുണ്ട്, നിങ്ങൾ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞില്ല. ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ 4 ലക്ഷം രൂപ എനിക്ക് 10 ലക്ഷം രൂപ അയക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് 4 ലക്ഷം രൂപ വാങ്ങിച്ചു. 4 ലക്ഷം രൂപ എനിക്ക് അയച്ചതിന് ശേഷം ബാക്കി 2 ലക്ഷം ഒക്കെ ഇത് അയക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞ ശേഷം ഇവരെ വിളിക്കുമ്പോൾ ഇവർ തന്നെ വേറെ കേസിൽ കൊടുക്കും എന്നുള്ള രീതിയിലുള്ള സംസാരമായി. ഇനി വിളിച്ചു കഴിഞ്ഞാൽ അതായത് പൈസയ്ക്ക് വേണ്ടി ഇനി അവർ വിളിക്കരുതെന്നുള്ള രീതിയിലായി. അതുകൊണ്ടാണ് ഞാനൊരു വക്കീൽ നോട്ടീസ് അയക്കേണ്ടി വന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും വിളിച്ച ഏകദേശം അതിനുശേഷം ഒരു ദിവസം വിളിച്ച ഒരു 10 പവനോളം സ്വർണം എൻ്റെ ഒരു ഗോൾഡ് ആര്യയുടെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി പൈസ ഇട്ടായിട്ട് വന്നു. എന്നാൽ ഗോൾഡ് തിരിച്ചു തരാൻ പറഞ്ഞു. ഗോൾഡ് തിരിച്ചു തരാൻ വന്നപ്പോൾ ആരെയും അവളുടെ അച്ഛനും കൂടെ വന്നിട്ട് ഗോൾഡ് അവർ വീട് പണി ഞാൻ രഞ്ജിത്തേട്ടൻ വീട്ടിൽ നിന്ന് മാറിയപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം ഇത് ചെയ്തപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗോൾഡെല്ലാം അവർ വിറ്റു എന്നൊക്കെ പറഞ്ഞ് എന്നോട് കരഞ്ഞ് കാല് പിടിച്ച് പോയിട്ടാണ് ഞാൻ കുറേ നാൾ കേസ് ഇത് ചെയ്യാൻ പോയത്. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് വണ്ടി വിട്ട് തന്നപ്പോഴും ഇതേപോലെ അവൾ സംസാരിച്ചിരുന്നു. ഒന്നും വിചാരിക്കരുത്, അതായത് കല്യാണം നടക്കുന്നത് വരെ ഈ കാര്യങ്ങൾ എന്നെ ഒന്ന് സോപ്പിട്ടാണ് അന്ന്. അതായത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ സത്യത്തിൽ ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. ഞാൻ എനിക്ക് പൈസ കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ കോടതിയെ സമീപിച്ചു. കോടതി FIR ഇട്ടു. ഞാൻ പൈസ കിട്ടാണ്ട് വന്നപ്പോൾ അവരെ ആദ്യം സമീപിച്ചു. ആദ്യം അവർ തന്നെ അത് തരട്ടെ എന്ന് വെച്ചാൽ അവരെ പലതവണ അവരെ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ലാതെ വന്നപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാനല്ല, ഒരു മധ്യസ്ഥൻ മാത്രമേ തീരട്ടെ എന്ന് വിചാരിച്ചത്. എന്നിട്ടും ഒരു പ്രതി എന്നെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് റിപ്ലൈ തന്നൊരു സാഹചര്യത്തിൽ എനിക്ക് പിന്നെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. സ്റ്റേഷനിലും ഇത് നവംബർ 2022 26 കൊടുത്ത കംപ്ലയിൻറ്റിൽ അവർ വിളിച്ചു. അവിടെയും ഒരു സെറ്റിൽമെൻ്റ് ആയി ഇത് തീർന്നു പോയനെ. അവർക്കത് ചെയ്യാൻ താല്പര്യം അവർ നോക്കിയത് രാഷ്ട്രീയപരമായ സ്വാധീനം ഉപയോഗിച്ചും പോലീസ് സ്റ്റേഷന് സ്വാധീനം ചെലുത്തി ഇത് ഇല്ലാതാക്കാനാണ് നോക്കിയത്. ഇല്ലാതാക്കാൻ നോക്കിയ സമയത്ത് ആ കംപ്ലയിൻറ്റ് നീണ്ടു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പല മാർഗം തോന്നി. എൻ്റെ അവസാനത്തെ മാർഗം കോടതിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് CMB ഫയൽ ചെയ്ത് ഓർഡർ വാങ്ങിയ ശേഷം പിന്നീട് FIR വീണതിന് ഞാൻ ഒരു മാധ്യമത്തെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒന്നും അവളെ ആര്യയോ ആര്യയുടെ അച്ഛനെയോ അമ്മയോ ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. പക്ഷേ FIR കോടതിയുടെ FIR ഒരു കേസ് ചാർജായ വിഷയത്തിൽ ഒരു മാധ്യമം എന്നോട് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ ചെയ്തത് തെറ്റായിട്ട് ഇപ്പോൾ അവർ പറയുന്നത്. രഞ്ജിത്തിന്റെ അമ്മയ്ക്ക് മാനസിക എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കാര്യം പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? മാനസികമല്ല, ടെൻഷൻ, ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് അല്ലാതെ വേറെ പ്രശ്നങ്ങൾ. അതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്തിനെതിരെ പല ചീറ്റിംഗ് കേസുകളും നിലവിലുണ്ട്. എനിക്കെതിരെ കേസുകളൊന്നും എനിക്കെതിരെ കേസ് വെച്ചാൽ ആര്യ ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തി പോയപ്പോൾ ഉണ്ടായ സാമ്പത്തിക ഡേറ്റിൽ കുറച്ച് ഹൗസിംഗ് ലോണുമായിട്ട് ബന്ധപ്പെട്ടും ജപ്തി റിക്കവറി അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും അങ്ങനത്തെ ഇതൊക്കെയാണുള്ളത്. അല്ലാതെ എനിക്കെതിരെ ഒരു കേസ് പോലും ഇല്ല. അപ്പോൾ ആര്യക്കെതിരെ ഒരു FIR ഉണ്ട്, എനിക്കെതിരെ ഒരു FIR പോലും ഇല്ല.
അപ്പോൾ നിങ്ങളുടെ പേരിൽ ആര്യ ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തില്ല? ഇല്ല. ആധാരം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ എന്തുകൊണ്ട് കൊടുത്തില്ല? ഒരു കേസ്, ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല. അച്ഛനുമായിട്ടുള്ള സാമ്പത്തിക ഡീലാണെന്നുണ്ടെങ്കിൽ അച്ഛനുമായിട്ടുള്ള സാമ്പത്തികമായ പ്രശ്നത്തിന് എന്നെ വലിച്ചിഴയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് എനിക്കെതിരെ കൊടുക്കാമായിരുന്നില്ലേ? എന്തിനാ കൊടുക്കുക? അത് കൊടുക്കാൻ എന്താ മടി? അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ എല്ലാവരും കൂട്ടു നിൽക്കില്ലേ? പക്ഷേ ആര്യയുടെ സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആര്യ എന്ന് പ്രതികരിച്ച രീതി കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാത്ത രീതിയിലേക്ക് പറയാൻ പറ്റൂ. അല്ലാതെ എന്ത് പറയും നീ? കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് പിന്നെ എന്ത് പറയും? ഇപ്പോൾ ഈ കാര്യം ആര്യ ഒരു സെറ്റിൽമെന്റിന് തയ്യാറാവുകയാണ്, ക്യാഷ് ഫുള്ള് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ? പ്രശ്നം അവസാനിപ്പിക്കാൻ ആര്യ വിചാരിച്ചാൽ മതി. എനിക്കിത് അവസാനിപ്പിക്കാൻ എനിക്ക് കോടതി മാത്രമേ മാർഗമുള്ളൂ. ഇനി പക്ഷേ 20 ലക്ഷം എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് അല്ല, ഒരു വലിയ എമൗണ്ട് ആണ്. അപ്പോൾ അതിനൊത്തിരി ടൈം ചോദിച്ചാലും അത് കൊടുക്കേണ്ടത് ഒരു ടൈം ചോദിച്ചാൽ കൊടുക്കാൻ പറ്റിയേനെ. പക്ഷെ അവർക്ക് ടൈമല്ല, അവർക്ക് തരാതിരിക്കാനാണല്ലോ അവർ നോക്കുന്നത്. ടൈം ഒരു എഗ്രിമെന്റ് ചെയ്തിട്ട് അത് കൊടുക്കാൻ ഞാൻ അന്നും തയ്യാറായിരുന്നു, ഇന്നും തയ്യാറാണ്. പക്ഷെ അതല്ലല്ലോ, അവർക്ക് ഇനി പറ്റില്ല. തരാൻ പറ്റില്ല എന്നുള്ളതല്ല, ആര്യക്ക് തരണമെന്ന് വിചാരിച്ചാലും ആര്യ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന തന്നു കഴിഞ്ഞാൽ ഇത് കള്ളത്തരം ആര്യ പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് സ്ഥാപിക്കും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ആര്യ തരാതിരിക്കാനേ നോക്കുള്ളൂ. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാന്ന് പറയുന്നത്, ആ പ്രണയം അത്ര തീവ്രമായിരുന്നെങ്കിൽ എങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ നമുക്ക് പിരിയാൻ പറ്റുന്നത്? ഒരു വാക്ക് പോലും പറയാനൊന്നല്ല, അത് എന്താ പറയാ, ഉടക്കണ്ട എന്നുള്ള രീതിയിൽ രണ്ടുപേരും അകന്നേ ഉള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ തമ്മിൽ സംസാരിച്ച് ഇത് വിഷയമാക്കി വലിയ രീതിയിൽ വഴക്കായി പിരിയണമെങ്കിൽ നല്ലത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് സംസാരിക്കാനെങ്കിലും പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ സ്റ്റേഷനിൽ വന്നപ്പോഴാണേലും അവൾ എന്നോട് രഞ്ജിത്തേട്ട ഇത് വലിയ വിഷയം അല്ല കേസാക്കി പോകരുത്, അത് തന്നെ ഉടക്കാത്തതിൻ്റെയും ഞങ്ങൾ തമ്മിലുള്ള റെസ്പെക്ട് ഉണ്ടായതിൻ്റെയും കാരണം കൊണ്ടാണ്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ള സത്യമാണ്, പക്ഷെ ഞങ്ങളൊന്നും ഉടക്കിയിട്ടില്ല ഇത്. അതല്ലാതെ പ്രണയപരമായി നിങ്ങൾ രണ്ടുപേരും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞു. പക്ഷേ ഈ സാമ്പത്തിക തട്ടിപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം. കാരണം ആ 20 ലക്ഷം രൂപ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിച്ചു. നിങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണോ? പൂർണ്ണമായിട്ടും തകർന്നു എന്നല്ല, എനിക്ക് അതുകൊണ്ട് ഏകദേശം എൻ്റെ ഒരു 1-2 വർഷം ഈ ഒരു നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് കുറേ ബാങ്കിൻ്റെ ഇടപാടുകളും എല്ലാം പ്രശ്നം വന്നു. അതായത് ബാലൻസ് തെറ്റിപ്പോയിരുന്നു സാമ്പത്തികമായിട്ട്. ഇതൊക്കെ വീട്ടിലിപ്പോൾ അറിയുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്താ? അല്ല, ഇതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അത് കാരണം എനിക്കത് വിഷയമല്ല, ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് വിഷയമല്ല. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രണയത്തിന്റെ പേരിൽ എന്തിന്റെ പേരിലാണെങ്കിലും 20 ലക്ഷം രൂപ കണ്ണടച്ച് നിക്ഷേപിക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, അപ്പൊ നമ്മൾ പൊട്ടനാണോ എന്നല്ലേ സത്യമാണ്. കാര്യം വെച്ചാൽ ഞാനത് എന്താ പറയാ, അവളുടെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസോ അല്ലെങ്കിൽ താമസ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നമില്ലാതെ, ഏതൊരു വിവാഹം വീട്ടുകാർ തമ്മിൽ പറഞ്ഞു, കാര്യങ്ങൾ ഉറപ്പിച്ചു, ഇനി വീട് പണി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതിൽ ജസ്റ്റ് അതൊന്ന് ഒരു കുറച്ച് നാളത്തേക്ക് ഇവർക്ക് ലോൺ കിട്ടുമ്പോൾ തരാമെന്ന രീതിയിൽ ചെയ്തതാണ്. ആ പൈസയാണ് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്. തരാമെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങുക, അല്ലാതെ ഒരു പ്രണയിച്ച കാലത്ത് ചെലവാക്കിയ പൈസ തിരിച്ചു ചോദിക്കുക എന്നുള്ള കാര്യമല്ല ഞാനിവിടെ ചെയ്യുന്നത്. അതായത് തിരിച്ചു തരാമെന്ന് പറഞ്ഞ അവർ ചെയ്യിച്ച കാര്യമാണ് ചോദിക്കുന്നത്. ഈ വീടിന്റെ പണി കഴിഞ്ഞ് കല്യാണത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു റിയാക്ഷൻ? വീടിന്റെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയാ, ഹൗസ് വാമിങ് നടത്താം ഉടനെ തന്നെ, വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഹൗസ് വാമിങ് നടത്താം എന്നുള്ള സ്റ്റേജിൽ ആയി. ആ ഒരു സ്റ്റേജിലാണ് പിന്നെ അപ്പോൾ ഞാനത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, സീരിയൽ അഭിനയം അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ സീരിയലിൽ ഉയർച്ച അല്ലെങ്കിൽ സിനിമയിൽ ആക്ടിങ്ങിലൊന്നും എന്തെങ്കിലും ആയതിനു ശേഷം എന്നുള്ള നിലയിലേക്ക് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി അവരുടെ ആറ്റിറ്റ്യൂഡ്. അതൊരു ജെനുവിൻ ആയിരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ജെനുവിൻ അല്ല, അത് അവരുടെ ഫേക്ക് ഇതാണ്, അത് അവരുടെ സമീപനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആര്യ ചോദിക്കുന്ന അല്ലെങ്കിൽ ആര്യ ഇന്ന് മാധ്യമത്തിന് കൊടുത്ത പ്രതികരണങ്ങളിൽ ഒരെണ്ണം ഞാൻ എടുത്ത് പറഞ്ഞ് നമുക്ക് ഇതൊന്നും അവസാനിപ്പിക്കാം. അതായത് ആര്യ പറയുന്നുണ്ട് പ്രണയത്തിലാണെന്ന് പറയുന്നത് എന്താണ് തെളിവ്? ഒരു ഫോട്ടോ, ഒരു ഫോൺ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടോ? അതൊരു ന്യായമായ ചോദ്യമാണ്. അത് നമുക്ക് പുറത്തുവിടുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞ് അവരതിനിടയ്ക്ക് എന്തെങ്കിലും സെറ്റിൽമെന്റോ എന്തെങ്കിലും കാര്യം കോടതി മുഖാന്തരം എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഈ വാർത്തകളൊക്കെ ഞാനായിട്ട് കൊടുത്തതല്ലാന്ന് ഞാൻ പറയുന്നു. അത് അങ്ങനെ ഒരു സംഭവം വാർത്ത വീണ്ടും വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് വീണ്ടും അവരുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് വീണ്ടും ഒരു വലിയ വിഷയത്തിലേക്ക്. പക്ഷെ ആര്യക്ക് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ഈ വാർത്ത നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ മനസ്സിലായി. അത് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം അത് നെക്സ്റ്റ് ലെവലിൽ നമ്മളത് പുറത്തു വിടുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ആര്യയുടെ പ്രതികരണം നമ്മൾ ഉറപ്പായിട്ടും തേടുന്നുണ്ട്. ആര്യ പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് എത്തിക്കുന്നത്. താങ്ക് യു.